പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനം നമുക്കിന്ന് ചിന്തിക്കേണ്ടത് സാവിത്രിയെക്കുറിച്ചാണ്. അരുന്ധതി, അനസൂയ, സാവിത്രി, മൂന്നാമത്തെ സ്ത്രീരത്നം സാവിത്രി. മാദ്രദേശത്തെ അശ്വപതിയുടെയും മാലവിയുടെയും പുത്രി. ഈ രണ്ടു പേർക്കും വിവാഹം കഴിച്ച് അനേക വർഷം കഴിഞ്ഞിട്ടും മക്കളില്ല. ഇവർ തപസ്സു ചെയ്തു. ആരെ? സാവിത്രി ദേവിയെ. ദേവിയുടെ വരത്തിൻ്റെ ഫലമായിട്ട് അവർക്ക് മകൾ ജനിച്ചു. മകൾക്ക് ദേവിയുടെ പേര് നൽകി. യൗവനയുക്തയും സർവഗുണസമ്പന്നയും സുന്ദരിയും വിദുഷിയുമായ സാവിത്രി വരനെ അന്വേഷിച്ചിറങ്ങി. കാഴ്ച പോയി രാജ്യവും നഷ്ടപ്പെട്ട് കാട്ടിൽ കഴിഞ്ഞിരുന്ന ദ്യുമസേനന്റെ പുത്രൻ സത്യവാനെയാണ് സാവിത്രി തെരഞ്ഞെടുത്തത്. ഈ വിവരമറിഞ്ഞ നാരദ മഹർഷി സത്യവാനെ വാനോളം പുകഴ്ത്തി പറഞ്ഞു. ഇത് കേട്ടപ്പോ സാവിത്രിയുടെ അച്ഛൻ അശ്വപതി ചോദിച്ചു, ഒരുപാട് ഗുണങ്ങളെക്കുറിച്ച് മഹർഷി അങ്ങ് പറഞ്ഞു, അവൻ എന്തെങ്കിലും ദോഷമുണ്ടോ? പെട്ടെന്ന് തന്നെ മഹർഷി വല്ലാതെ ദുഃഖിതനായി. മഹർഷി ഇങ്ങനെ പറഞ്ഞു, ഇന്നേക്ക് 1 വർഷം വരെ അവൻ ആയുസുള്ളൂ. ഇന്നേക്ക് 1 വർഷം തികയുന്ന ദിവസം അവൻ മരണപ്പെടും. ഇതറിഞ്ഞ അശ്വപതി മകളെ പിന്തിരിപ്പിക്കുവാൻ പരിശ്രമിച്ചു നോക്കിയെങ്കിലും സാവിത്രി പറഞ്ഞു, മനസ്സുകൊണ്ട് വരിച്ചു പോയതാണ് ഞാൻ സത്യവാനെ. ആയതുകൊണ്ട് 1 വർഷമെങ്കിൽ 1 വർഷം അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ജീവിക്കും എന്ന ദൃഢനിശ്ചയത്തിന് മുന്നിൽ മകളെ സത്യവാന് കല്യാണം കഴിച്ചു കൊടുത്തു. അങ്ങനെ സ്വന്തമായി വീടില്ല, രാജകൊട്ടാരവും എല്ലാം നഷ്ടപ്പെട്ട് കാട്ടിൽ കഴിയുന്ന രാജാവിൻ്റെ മകനാണ് സത്യവാൻ. കല്യാണം കഴിഞ്ഞിട്ട് സാവിത്രി പോയത് നേരെ കാട്ടിലേക്കാണ്. അവിടെ വനത്തിൽ തൻ്റെ ഭർത്താവിനും ഭർത്താവിൻ്റെ അച്ഛനുമൊപ്പം ജീവിച്ചു. അങ്ങനെ വർഷം 1 ആ വർഷം തികയുന്ന ദിവസം, മരണദിവസം, കോടാലിയുമായി പുറത്തേക്കിറങ്ങിയ സത്യവാനെ സാവിത്രിയും കാട്ടിലേക്ക് അനുഗമിച്ചു. മരം വെട്ടിക്കൊണ്ടിരിക്കെ തലവേദനിക്കുന്നു എന്ന് പറഞ്ഞ് സത്യവാൻ സാവിത്രിയുടെ മടിയിൽ കിടന്നു. ഉടനെ തന്നെ യമദേവൻ വന്ന് സത്യവാന്റെ പ്രാണനെയും എടുത്ത് ദക്ഷിണ ദിശയിലേക്ക് നീങ്ങി. മഹാതപസ്വിനിയായ സാവിത്രി യമദേവനെ പിന്തുടർന്നു. യാത്രയിൽ യമദേവനുമായിട്ട് വലിയ ധർമ്മ ചർച്ച നടത്തി. യമദേവൻ അനേകം കാര്യങ്ങൾ ചോദിച്ചു. ആ കാര്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരം നൽകുകയാണ് സാവിത്രി ചെയ്യുന്നത്. സാവിത്രിയുടെ ഈ ജ്ഞാനവൈഭവം കണ്ടിട്ട് യമദേവൻ അത്ഭുതപരതന്ത്രനായിപ്പോയി. സാവിത്രിയോട് അനുഗ്രഹത്തോടെ, ഏറെ വാത്സല്യത്തോടുകൂടി ചോദിച്ചു, മകളെ, നീ ആഗ്രഹിക്കുന്ന ഏതു വരവും നിനക്ക് ഞാൻ തരാൻ തയ്യാറാണ്, ചോദിക്കൂ എന്ന് പറഞ്ഞു. ആ സമയം സാവിത്രി പറഞ്ഞു, എനിക്കെൻ്റെ ഭർത്താവിനെ തിരിച്ചു തരണം, സത്യവാനെ തിരിച്ചു തരണം. മാത്രമല്ല, എൻ്റെ ഭർത്താവിൻ്റെ പിതാവിന് കാഴ്ചശക്തിയില്ല, അദ്ദേഹത്തിന് കാഴ്ചശക്തി തിരിച്ചു കൊടുക്കണം, യൗവനവും രാജ്യവും തിരിച്ചു കൊടുക്കണം, തനിക്ക് 100 പുത്രന്മാരെ അങ്ങ് വരമായി നൽകണം. സാവിത്രിയുടെ ഈ ആഗ്രഹങ്ങളെല്ലാം തന്നെ ഫലിക്കട്ടെ എന്ന വരം നൽകി സത്യവാനെ ജീവിപ്പിച്ചു കൊടുത്തു, തിരിച്ചു കൊടുത്തു. പ്രാണൻ തിരിച്ചു കൊടുക്കുകയാണ് യമദേവൻ ചെയ്യുന്നത്. സാവിത്രി എന്ന ഭാര്യയുടെ വ്രതശക്തിയാൽ ജീവൻ നഷ്ടപ്പെട്ടു പോയ സത്യവാന് ജീവൻ തിരിച്ചു കിട്ടി. സത്യവാന്റെ അച്ഛന് കാഴ്ചയും രാജ്യവും തിരിച്ചു കിട്ടി. ആ സാവിത്രി പാതിവൃത്യത്തിൻ്റെ, സഹനശക്തിയുടെ, നിറഞ്ഞ ജ്ഞാനത്തിൻ്റെ പ്രതീകമായിട്ട് ഭാരതം ഇന്നും ആരാധിക്കുന്നു. ഒരു ഭവനത്തിലേക്ക് കയറി ചെല്ലുന്ന പെൺകുട്ടി ആ വീടിൻ്റെ വിളക്കായി തീരുന്നു. അവളുടെ ഭർത്താവിൻ്റെ ജീവൻ മാത്രമല്ല രക്ഷിക്കുന്നത്, ഭർത്താവിൻ്റെ അച്ഛനും നഷ്ടപ്പെട്ടത് മുഴുവൻ തിരിച്ചു കൊടുത്തു. ഈ സാവിത്രിയാണ് നമ്മുടെ ഉദാത്തമായ മാതൃക. അല്ലാതെ ഇന്ന് സീരിയലുകളിൽ നമ്മൾ കാണുന്ന അമ്മായിയമ്മ മരുമകൾ പോരല്ല.
വീട്ടിലേക്ക് കയറി വരുന്ന മകളെ സ്വന്തം മകളായി കണ്ടതും കയറി ചെല്ലുന്ന വീട്ടിലെ ഭർത്താവിൻ്റെ അമ്മയെ സ്വന്തം അമ്മയായി കണ്ടു കരുതിയ ഒരു മഹത്തായ സംസ്കാരമാണ് ഭാരതത്തിൻ്റേത്. അതിന് നമുക്ക് പ്രചോദനം അരുളുന്നത് ഇത്തരം സ്ത്രീരത്നങ്ങളാണ്. അരുന്ധതിയെപ്പോലെ, അനസൂയയെപ്പോലെ, സാവിത്രിയെപ്പോലെയുള്ള ഈ സ്ത്രീരത്നങ്ങളിൽ ഇന്ന് നാം പഠിച്ചത് മൂന്നാമത്തേത് സാവിത്രി ദേവി. പാതിവൃത്യം കൊണ്ടും ജ്ഞാനം കൊണ്ടും എക്കാലവും ജീവിച്ചിരിക്കുന്ന സാവിത്രി ദേവിയുടെ പാദങ്ങളിൽ നമ്മുടെ സാഷ്ടാംഗ നമസ്കാരം. നമുക്ക് സതീദേവിയെക്കുറിച്ച്, ജാനകിയെക്കുറിച്ച് നാളെ പഠിക്കാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.